ഭാരതത്തിൽ അനേകം മഹാന്മാരായ രാജാക്കന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇവരെയെല്ലാം നാം ആദരപൂർവ്വം സ്മരിക്കുന്നു. എന്നാൽ നാം ആരും തന്നെ ഇവരുടെ രാജ്യത്തെ ഒരു ആദർശ രാജ്യമായി എടുത്തു കാട്ടാറില്ല. നേരെ മറിച്ച് രാമരാജ്യത്തെ നാം ആദർശ രാജ്യമായി ഉയർത്തിപ്പിടിക്കുന്നു. മാതൃകാ പുരുഷോത്തമനായ ശ്രീരാമൻ രാജാവായതിനു ശേഷം നടപ്പിലാക്കിയ രാജനീതിയും സാമൂഹ്യനീതിയും സമന്വയിക്കുന്ന സങ്കല്പമാണ് രാമരാജ്യത്തിൻ്റെത്. ഇവിടെ മനുഷ്യർ ധർമ്മപരിപാലകരും സുശീലരുമായിരുന്നു. വ്യക്തികളുടെ താൽപ്പര്യത്തിനുപരി ശാസ്ത്രങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഒരു ജനത ജീവിച്ചു. രോഗം, ശോകം, ഭയം എന്നീ വിപത്തുകളും കാമ, ക്രോധ, ലോഭ, മതമാത്സര്യങ്ങളും ഈ സമൂഹത്തിലുണ്ടായിരുന്നില്ല. ദ്വേഷരഹിതമായ സാമൂഹ്യാവസ്ഥയിൽ പരസ്പര സ്നേഹം പരിപോഷിപ്പിക്കപ്പെട്ടു. ഗുണവാന്മാരും ഗുണാഗ്രഹികളും ജ്ഞാനതൽപരരും സമർത്ഥരുമായിരുന്നു ജനങ്ങൾ. ധർമ്മനിഷ്ഠരായ ജനങ്ങൾ അധിവസിച്ച ആ രാജ്യത്ത് രാജാവിന് സാമദാന ഭേദദണ്ഡങ്ങളായ ചതുരുപായങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നിരുന്നില്ല. ജനങ്ങളുടെ അനുവാദം ലഭിച്ചതിനു ശേഷമായിരുന്നു ശ്രീരാമചന്ദ്രൻ അവർക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്നത്. മനുഷ്യരുടെ ധർമ്മനിഷ്ഠ പ്രകൃതിയിലും സ്വാധീനമുണ്ടാക്കി. സഹജവൈരികളായ ജന്തുക്കൾ പോലും രാമരാജ്യത്തിൽ വൈര്യം വെടിഞ്ഞ് ജീവിച്ചു. ഇത്തരത്തിൽ എല്ലാ ഭാവത്തിലും ആദർശപൂർണമായൊരു രാജ്യം യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഭാരതത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാമരാജ്യത്തെക്കുറിച്ച് ഭാരതീയർ ധന്യതയോടെ സ്മരിക്കുന്നത്. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. മഴയായി പൊഴിയുന്ന കർക്കിടകം എന്നും മലയാള മണ്ണിൽ പെയ്തിറങ്ങുന്ന കാലാതീത പുണ്യമാണ്. കാലത്തിന്റെ പെരുമഴയിൽ തളിർക്കുന്ന ഭക്തിപാരമ്പര്യത്തിന്റെ വിശുദ്ധിയിൽ കർക്കിടകത്തിന്റെ കന്മഷങ്ങൾ അകന്നുപോകുന്നു. അനുദിന മലയടിക്കുന്ന രാമായണ ശ്രുതികളിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു ഈ കഠിനമാസത്തിന്റെ കാലുഷ്യങ്ങൾ. പരമപവിത്ര സൗഖ്യപ്രദവും സകലാഭിഷ്ട സാധകവുമായ ആധ്യാത്മരാമായണ പാരായണത്തിന്റെ അലയൊലികളില്ലാത്ത കർക്കിടകം കേരളത്തിന് അന്യം. രാമായണ മാസാചാരണത്തിന്റെ ഭക്തി പരിസരം സമാരാധ്യമായി കാത്തുസൂക്ഷിക്കുന്ന ക്ഷേത്രങ്ങളും വീടുകളും കേരളത്തിലെമ്പാടും കാണാം. മര്യാദാ പുരുഷോത്തമനും ധർമ്മപരിപാലകനുമായ ശ്രീരാമചന്ദ്രന്റെ അവതാര മഹത്വം ഉദ്ഘോഷിക്കുന്ന കർക്കിടകകാല സന്ധ്യകൾ രാമനാമങ്ങളാൽ ശബ്ദിച്ചു നിൽക്കുന്നു. ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം സനാതന ധർമ്മപരിപാലനമാകുന്ന രാമലക്ഷ്യം സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനുള്ള ഉത്തമ കാലമാണ് കർക്കിടകം. വറുതിയുടെ ഇക്കാലത്ത് തന്നെ വേണം മനസ്സിൽ ഭക്തിയുടെ ആധ്യാത്മിക ഭാവങ്ങൾ ഉണരേണ്ടത്. മനസ്സിലെ അവിശുദ്ധികൾ പുറത്തു കളഞ്ഞ് ഉള്ളകം ശ്രേഷ്ഠമാക്കുന്ന കർക്കിടകം ആത്മശുദ്ധിയോടൊപ്പം ദേഹശുദ്ധിയും അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യപ്രദമായ ആചാരശീലങ്ങൾ അനുഷ്ഠിക്കുന്ന കേരളീയർ ആയുസ്സിന് ഹിതകരമായ ആയുർവേദത്തെ വരിക്കുന്നതും ഇക്കാലത്താണ്. കർക്കിടകം ഔഷധഫലദായകമായ ഋതുഭേദമെന്നാണ് ആചാര്യമതം. കർക്കിടകത്തിൽ തുടങ്ങുന്ന ആയുർവേദത്തിന്റെ ആരോഗ്യ പരിചരണം
ഇവിടെ ചിങ്ങത്തെളിവിലും തുടരുന്നു. മനസ്സിനെയും ശരീരത്തെയും വിമലീകരിക്കുന്ന ഭക്തിയും ഋതുചര്യയും ആയുർവേദ പരികൽപ്പനകളിൽ ഏകീഭവിക്കുന്നുണ്ട്. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. ധർമാർത്ഥ സുഖസാധനമായ ആയുസ്സിനെ ആഗ്രഹിക്കുന്നവർ ഉപകരണമായ ശരീരത്തിന്റെ സൗഷ്ഠവത്തിനു വേണ്ടി ആയുർവേദ ഉപദേശങ്ങൾ അറിഞ്ഞ് ആചരിക്കേണ്ടതുണ്ട്. ആയുർവേദ വിധിപ്രകാരം ധർമ്മത്തെ സാധിക്കുന്നതിനുള്ള ഉപകരണമാണ് ശരീരം. ഈ ശരീരമാകട്ടെ ഈശ്വരൻ തന്നെയായ ജീവകലയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീയ തത്വങ്ങളുടെ അടിത്തറയിൽ നിലനിൽക്കുന്ന ആയുർവേദ ശാസ്ത്രത്തിന്റെ ഉറവിടം അന്വേഷിച്ചാൽ നാം എത്തിച്ചേരുന്നത് ഭാരതീയ വേദങ്ങളിലാണ്. വേദോൽപ്പന്നമായ ആയുർവേദത്തിന്റെ അധിഷ്ഠാന ദേവനാകട്ടെ സാക്ഷാൽ ധന്വന്തരിയുമാണ്. ധന്വന്തരിമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്തോ ഭവേജ്ഞനാ. ആയുർവേദത്തിന്റെ ആചാര്യദേവനായ ധന്വന്തരി മൂർത്തിയുടെ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ്. ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡിൽ കേരളത്തിലെ അതിപുരാതന ആരാധനാലയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന നെല്ലുവായ ശ്രീ ധന്വന്തരി ക്ഷേത്ര വിശേഷങ്ങളാണ് പ്രതിപാദിക്കുന്നത്. तरल कुवलय नयनेन अनिल तरल कुवलय नयनेन तपति नसा किसलय शयनेन तपति नसा किसलय शयनेन यारमिता वनमालिना सखी यारमिता वनमालिना सखी यारमिता वनमालिना. विकसित सरसिज ललित मुखेन विकसित सरसिज ललित मुखेन स्फुटति नसा मनसिज विशिखेन स्फुटति नसा मनसिज विशिखेन यारमिता वनमालिना सखी यारमिता वनमालिना सखी यारमिता वनमालिना सखी यारमिता वनमालिना. പച്ചപുതച്ച മാമലകളുടെ പശ്ചാത്തലത്തിൽ പരന്നുകിടക്കുന്ന ഹരിതസമൃദ്ധമായ വയലേലകളുടെ നാടാണ് നെല്ലുവായ ഗ്രാമം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ പടിഞ്ഞാറുമാറി സ്ഥിതി ചെയ്യുന്ന നെല്ലുവായ പണ്ട് നല്ലവായുപുരം എന്നറിയപ്പെട്ടിരുന്നു. ശുദ്ധമായ പ്രകൃതിയുടെ നൈസർഗിക ഭംഗിക്ക് തൊടുതിലകമാണ് ആരോഗ്യ സൗഖ്യദായകനായ ധന്വന്തരി ദേവൻ വാഴുന്ന ഈ ക്ഷേത്രം. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ദേവന്റെ മൂലപ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ പൗരാണിക പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. ദേവാസുരന്മാർ ചേർന്ന് പാലാഴി മഥനം തുടങ്ങി 1000 സംവത്സരം കഴിഞ്ഞപ്പോൾ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന ദേവനാണ് ധന്വന്തരി.
വിഷ്ണുപുത്രനായ ധന്വന്തരി കൈകളിൽ കമണ്ഡലുവും ദണ്ഡുമായി അവതരിച്ച് തന്റെ പിതാവിനോട് ദേവവിഹിതമായ യജ്ഞഭാഗം ചോദിച്ചു. യജ്ഞഭാഗങ്ങളെല്ലാം ദേവന്മാർക്ക് നിശ്ചയിച്ചു പോയതിനാൽ അടുത്ത ജന്മത്തിൽ ശരീരത്തോടുകൂടി ദേവനായി തീരുമെന്നും അവിടെ വച്ച് ആയുർവേദത്തെ 8 ഭാഗിക്കുമെന്നും മഹാവിഷ്ണു ധന്വന്തരിയെ അനുഗ്രഹിച്ചു. ദ്വാപരയുഗത്തിൽ ദീർഘതപസ്സിന്റെ പുത്രനായി കാശിയിൽ അവതരിച്ച ധന്വന്തരി ആയുർവേദത്തെ 8 ഭാഗിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചു.